ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം എഴുതുന്നു. അപ്പൊ ന്യൂസിലാൻഡ് IJK ഫാമിലിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് ഓഫാണ്. അപ്പൊ കാലത്തന്നെ നന്നായിട്ട് കിടന്നുറങ്ങി. ഇപ്പൊ ആണെങ്കിൽ കണ്ടിന്യൂസ് ഡ്യൂട്ടി എടുക്കുന്ന കാരണം ഓഫ് ഒന്നും അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ ഓഫ് കിട്ടാറില്ല, അതല്ല ഓഫ് എടുക്കാറില്ല. ഡബിൾ ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ കാലത്ത് തന്നെ മേല് ജസ്റ്റ് ഒന്ന് കഴുകി, തലയൊന്നും കെട്ടിയിട്ടില്ല, പല്ല് തേച്ചു, വാഷ്റൂമിൽ പോയി. ഇപ്പൊ ഞങ്ങൾ എഴുന്നേറ്റ് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. 7 മണിയായി. നല്ല തണുപ്പുണ്ട്. ഓട്ടം സീസൺ തുടങ്ങണു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഒടുക്കത്തെ തണുപ്പായി. അപ്പൊ ഞാനും ഔട്ട് എഴുന്നേറ്റ് വന്നു. പോലീസിനെ എഴുന്നേറ്റിച്ചാണ്. ഒന്നുകൂടി പോയി വിളിക്കേണ്ടി വരും അവനെ. അപ്പൊ അവനെ വിളിക്കണം ഒന്നും കൂടിയും. അപ്പൊ ഇന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല. സാധാരണ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഇവർക്ക് കൊടുത്തു വിടാറുണ്ട്. പക്ഷെ ഇന്നൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ ഉറങ്ങി. ചെയ്യാൻ പറ്റില്ലെന്നല്ല, മടി ഉറങ്ങിപ്പോയി. ഇനി സമയമുണ്ട്, ഇനി ഒരു മണിക്കൂറുണ്ട്. പക്ഷെ അന്നേരം മടി. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? പുറത്തുനിന്ന് എന്തിട്ട് വാങ്ങിക്കോ? നഗറ്റ്സ്. സാധാരണ നഗറ്റ്സ് വാങ്ങിക്കാം. നമുക്ക് നഗറ്റ്സ് ഇവിടെ ഉണ്ടാക്കണോ? അതുണ്ടാക്കാൻ വേൻ പറ്റും. അല്ലെങ്കിൽ എന്തിട്ട് എന്റെ സ്കൂളിന്റെ അടുത്ത് സുഷി വാങ്ങിക്കാം. ഐഡിയ. അപ്പൊ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാന്ന് വെച്ചപ്പോ കാലത്ത് ഞങ്ങൾ ചെയ്യാൻ പോണത് നമ്മുടെ നാട്ടിലൊരു ഓർമ്മ വരാൻ വേണ്ടിട്ട് കട്ടൻ ചായയും റസ്കും കാലത്ത് അത് കഴിക്കാന്ന് ചോദിക്കണം. പിന്നെ എനിക്ക് കുറച്ച് പണികളുണ്ട്. ഓഫാണെങ്കിലും കുറച്ചധികം പണികളുണ്ട്. കടയിൽ പോകണം, പല്ലെടുക്കണം. മെയിനായിട്ട് പല്ലാണ് എടുക്കേണ്ടത്. കുറച്ച് ദിവസം കൊണ്ട് പല്ലിനൊരു ക്യാവിറ്റി ഉണ്ട്. പക്ഷെ അത് റൂട്ട് കനാൽ ചെയ്യാൻ പറ്റൂല. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബോണ് ഇവിടെ മുകളിൽ ഇങ്ങനെ വന്നേക്കുക. അപ്പം അത് കാരണം റൂട്ട് കനാൽ ചെയ്യാൻ പറ്റില്ല. അപ്പം അത് എടുത്ത് കളഞ്ഞത്. അപ്പം ഞാൻ നാട്ടിൽ പോയപ്പോൾ ഞാൻ വിചാരിച്ചു അത് സേവ് ചെയ്യാം, എടുത്ത് കളയണ്ട, ഇപ്പോഴേ മമ്മൂട്ടി ആവണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനത് സേവ് ചെയ്ത് വെച്ചേക്കായിരുന്നു. പക്ഷെ ഇപ്പോൾ വെച്ചിട്ട് ആ സൈഡിലിട്ട് ഒന്നും കടിക്കാൻ പറ്റണില്ല. അപ്പോൾ ആ സൈഡിൽ കടിക്കാതായപ്പം ഈ സൈഡിൽ കടിച്ച് എനിക്ക് തോന്നുന്നു എൻ്റെ വായി ഇങ്ങനെ കോടിപ്പോയിട്ടുണ്ട്. അങ്ങനെ തുറക്കാൻ പറ്റണില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ പോയിട്ടത് റിമൂവ് ചെയ്യാമെന്ന്. തന്നെ പോയിട്ട് റിമൂവ് ചെയ്യാൻ പേടിയുണ്ട്. പക്ഷേ വൗട്ടിക്ക് പോലീസിന് ക്ലാസ് ഉള്ളതുകൊണ്ട് അവരെ ഇരുത്താൻ പറ്റില്ലല്ലോ. ഞാൻ പോയിട്ട് അത് റിമൂവ് ചെയ്യണം. അതാണ് ഒരു പണി. അപ്പം ആദ്യം കടയിൽ പോയിട്ട് പിന്നെ അത് റിമൂവ് ചെയ്തിട്ട് തിരിച്ചു വരും. അപ്പോൾ പോകെ ഞാൻ പിന്നെ എനിക്ക് ഇന്ന് ഫുഡ് ഉണ്ടാക്കാം. അപ്പം ഇന്ന് അതൊക്കെയാണ് പരിപാടികൾ. അപ്പം ഇന്നും ചെറിയൊരു ഡേ ഇൻ അവർ ലൈഫ്. അതാണ്. എല്ലാവർക്കും വീണ്ടും സ്വാഗതത്തിന്റെ അർത്ഥം എന്നിട്ടാ വെൽക്കം. ഓക്കെ. അപ്പം ഇനി ഞങ്ങൾ ചായ റസ്കും കഴിച്ചിട്ട് വരട്ടെ. അപ്പം ഞാൻ ഔട്ടി കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. കട്ടൻ ചായ നമ്മൾ റസ്ക് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ട്. ഇതെന്താ അത്? ആ ചൂട് ചായ കുടിച്ച് കഴിയുമ്പോൾ സെറ്റാവും. അപ്പം റസ്ക് ചായയിൽ റസ്ക് മുക്കിയിട്ട് കഴിക്കണം. ഞങ്ങളെപ്പോഴും വാങ്ങിച്ചു വെക്കൂട്ടോ. ഹലോ അവിടെ ഒന്നും ഇല്ലെങ്കിലും ഞങ്ങൾ റസ്കും ചായ കഴിച്ചു. അവിടെ ഇഷ്ടമാണോ റസ്ക്? അത്ര ഇഷ്ടമൊന്നുമില്ല അല്ലേ? കുറച്ച് ഇഷ്ടമാ. ആവട്ടെ, ഞാൻ റസ്ക് കഴിക്കട്ടെ. പൊന്നൂസ് എനിറ്റോ വാഷ്റൂമിൽ പോയിക്കാം. ഞാൻ വന്നിട്ട് അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് തീരുമാനിക്കും. ഞാൻ കാലത്ത് തന്നെ എഴുന്നേറ്റിട്ട് ക്രീം തേച്ചിട്ട്. അപ്പം അതുകൊണ്ട് ഇവിടെയൊക്കെ ഡ്രൈ ആയി അല്ലേ? തണുപ്പ് കാണിച്ചു കേട്ടോ. അവിടെ റസ്ക് വെച്ച് കളിക്കുകയാണ്. ട്രയാങ്കിൾ പൊട്ടിച്ച് ഇഷ്ടമുണ്ടോ ഓട്ടിക്ക് റസ്ക്? കുറേ കട്ടൻ ചായ ഇഷ്ടമുണ്ടോ? അതെനിക്ക് ഇഷ്ടം. എനിക്ക് നിന്റെ നിൽക്കുന്ന ഇഷ്ടം. കട്ടൻ ചായ ഞാൻ കാലത്ത് ഡ്യൂട്ടിക്ക് പോണ സമയത്താണെങ്കിലും ഞാൻ ഉണ്ടാക്കി വെക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ ചോദിക്കാറില്ല, അതാണ് ഉണ്ടാക്കി വെക്കാറില്ല. 5 മണിക്ക്. എനിക്ക് കാലത്ത് 6 മണിക്ക് ഷിഫ്റ്റ് തുടങ്ങണേ. അപ്പോൾ ഇവിടെ നിന്ന് 5 മണിയാകുമ്പോൾ ഇറങ്ങും.
4:45 4:50 നമ്മൾ ഇറങ്ങാറുണ്ട് ചില ദിവസങ്ങൾ. റോഡ് പണിയൊക്കെ ഉണ്ടാവാറുണ്ട് മിക്കവാറും എല്ലാ ദിവസങ്ങളും. ഇവിടെ എല്ലാം റോഡ് പണിയാ? റോഡ് പണി ചെയ്യണത് അതിന് നൈറ്റിലാണ്. റോഡ് വർക്ക്സ്. അതിന് റോഡ് റോഡ് ബ്ലോക്കാ? അപ്പൊ ബ്ലോക്ക് ആവും. റോഡ് വർക്ക് അങ്ങനെ. നീ എന്താ വിചാരിച്ചേ? അങ്ങനെ ഞങ്ങളുടെ സ്കൂളിൽ എന്നിട്ടാ ചില ടീച്ചേഴ്സിനല്ലേ ഇങ്ങനെ ക്രോസിംഗ് സ്ഥലത്ത് ഇതല്ല റോഡ് വർക്ക്സ്. പകുതിയും ഇംഗ്ലീഷ് നമ്മൾ പറയണത് ഇവർക്ക് മനസ്സിലാവില്ല. ഒരു ദിവസം ഞാനുണ്ടല്ലോ, ഞങ്ങൾ പറയും വർക്ക് ഭയങ്കര സ്ട്രെസ്സാണ് ചില സമയത്ത്. എനിക്ക് വല്ല തെറാപ്പിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ തെറാപ്പിയോ? തെറാപ്പി അല്ല, തെറാപ്പി. തെറാപ്പി. ക്വീൻ. അങ്ങനെ കുറെ എപ്പോഴും തിരുത്തലാണ്, തിരുത്തൽ. നമ്മുടെ ഇംഗ്ലീഷ് അല്ലടോ ഇവരുടെ ഇംഗ്ലീഷ്. അപ്പൊ ഞങ്ങൾ വേഗം റസ്കും കട്ടൻ ചായയും കുടിക്കട്ടെ അല്ലേ നോട്ടി? അപ്പം ചായ റസ്കും കഴിച്ച് കഴിഞ്ഞ് പിന്നെ വേഗം ഡെയിലി ബ്ലെസ്സിങ് കണ്ടു കേട്ടോ. അത് ഞങ്ങൾ എല്ലാ ദിവസവും കാലത്ത് തന്നെ കാണാറുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ദേ പൊന്നൂസ് വന്നിട്ട് വേഗം അവൻ്റെ ഓട്സ് അവൻ തന്നെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ അറിഞ്ഞിരുന്നില്ല ഞാൻ വീഡിയോ എടുക്കണത്. പെട്ടെന്നാണ് അവൻ കണ്ടത്. ഞാൻ അവനെ വിളിക്കുകയായിരുന്നു, അപ്പോഴാണ് നോക്കണേ. അപ്പം അവൻ്റെ ഓട്സ് അവൻ കാലത്ത് തന്നെ അവൻ എല്ലാ ദിവസവും തന്നെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ കാലത്തെ കട്ടൻ ചായയും റസ്കും കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ പൊന്നൂസ് അവിടെ നിന്നൊരു ഓട്സ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഡെയിലി ബസ്സിങ് കാലത്തിന് എല്ലാ ദിവസം കേൾക്കാറുണ്ട്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ വന്നു. കാലത്തിന് ഫ്രഷായി മേല് മാത്രം കഴുകി. ഇനി ഇങ്ങോട്ട് ഫുൾ ഡേ ഒരു കുക്കിങ്ങും അതൊക്കെ ആയിട്ട് കുറേ സമയം എടുക്കുമല്ലോ. അപ്പോൾ പിന്നെ തല കുളിച്ചില്ല, എനിക്ക് തലയിൽ എണ്ണ തേക്കണം. അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ഒരുങ്ങിയിട്ട് നമുക്ക് പിള്ളേരെ കൊണ്ടുവിടാം ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് കടയിൽ പോകണം, അത് കഴിഞ്ഞിട്ട് ഡെന്റിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകണം. അപ്പം ഒരുങ്ങണത് കാണാം. അപ്പോൾ ഞാൻ വിചാരിക്കണേ നമുക്ക് ഒരുങ്ങാം. അപ്പോൾ ഒരുങ്ങണതും കൂടി വീഡിയോയിൽ ആഡ് ചെയ്യാം. എന്നത്തെയും പോലെ തന്നെ വാസ്ലിൻ്റെ ഗ്ലൂട്ടാഹയ എന്നുള്ള ആ മോയ്സ്ചറൈസറാണ് തേക്കാൻ പോണത്. എൻ്റെ ഫ്രണ്ടിൽ മിറർ വെച്ചിട്ടുണ്ട്. ഞാനപ്പം കാലത്ത് കുളിച്ച് കഴിഞ്ഞിട്ട് മുഖത്ത് ക്രീമൊന്നും തേച്ചില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ഡ്രൈ ആയിരുന്നു കേട്ടോ. നമുക്ക് വീഡിയോയിൽ ഞാൻ നോക്കിയപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് മോയ്സ്ചറൈസർ തേക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം തണുപ്പും കൂടി ആയത് കാരണം കൊണ്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നു ശരീരം. അപ്പം ഇത് നമ്മുടെ ഏതൊരു നല്ല ബ്രാൻഡാണോന്ന് എനിക്കറിയില്ല കേട്ടോ. ഏതൊരു സൺസ്ക്രീൻ. അപ്പോൾ അതും വാരി പൊത്തുന്നുണ്ട്. പിന്നെ അധികം മേക്കപ്പ് ചെയ്ത് പോണത് പന്തിയല്ല. കാരണം നമ്മൾ ഡെന്റിസ്റ്റിൻ്റെ അടുത്തോട്ട് പോകണം. അവരെന്ത് ചെയ്താലും നമ്മുടെ മുഖത്തിട്ട് പണിയണ കാരണം കൊണ്ട് നമ്മൾ എത്ര മേക്കപ്പ് ചെയ്താലും അതൊക്കെ പോകും. പിന്നെ എന്ത് തേക്കുമ്പോഴും ഞാനതെല്ലാം എൻ്റെ കൈമയും വാരി തേക്കുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ സൺസ്ക്രീനായാലും നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നന്നായിട്ട് ഇടണം. പ്രത്യേകിച്ചും ന്യൂസിലാൻഡിലെ ഈ ഒരു കാലാവസ്ഥ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് സൺസ്ക്രീൻ തേക്കണം കേട്ടോ. അപ്പം ഈ സൺസ്ക്രീൻ ചെറിയൊരു വെയിറ്റ് കാസ്റ്റ് തോന്നും നമുക്ക്. പക്ഷേ അതൊന്ന് നമ്മൾ നന്നായിട്ട് തേച്ച് കഴിഞ്ഞാൽ അതെല്ലാം അബ്സോർബ് ആയി പോകും. അത് ശരീരത്തിൽ എന്താ പറയുക, സ്കിന്നിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് കയറിപ്പോവും. നല്ല രീതിയിലൊരു കുരു വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞു. ഇനി ഇത് എഴുതി എൻ്റെ ടിപ്പ് കഴിഞ്ഞു. എന്നാലും ഞാൻ എന്ത് വെച്ച് എഴുതും. ഇനി അടുത്ത ദിവസം ഇന്ന് തന്നെ എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കണം. നെക്സ്റ്റ് വീക്കിലേക്ക് എല്ലാ വീക്കിലും ഞാനത് ഷാർപ്പൻ ചെയ്യും കേട്ടോ. അപ്പോൾ ഒരു വീക്കിലേക്ക് അത് കഴിഞ്ഞാൽ അതിങ്ങനെ കഴിയും. പക്ഷെ ഇന്നൊക്കെ ഉള്ളതുണ്ട്. അപ്പം പുരികം എഴുതി. ഇനി പൊട്ട് തൊടാം. പൊട്ടില്ലാത്ത പരിപാടിയില്ലല്ലോ. എവിടെ പോവാണെങ്കിലും പൊട്ടുണ്ട്. പൊട്ട് തൊടുമ്പോൾ സംസാരിച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ നായിപ്പോവും. അതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്കൊരു സ്റ്റോപ്പായത്. ഇനി ചെറിയ രീതിയിൽ കണ്ണെഴുതാം. കണ്ണെഴുതിയിട്ടും കാര്യമെന്ന് തോന്നുന്നില്ല. കാരണം വെച്ചാൽ പല്ല് പറിക്കുമ്പോൾ മിക്കവാറും വേനെടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം വേനെടുത്ത കണ്ണെന്നറിയും. അപ്പം അതങ്ങ് പോവും. എന്തായാലും പതുക്കെ ഒന്ന് കണ്ണെഴുതണേ. ചെറിയ രീതിയിൽ കുറേ ഇങ്ങനെ കറപ്പിച്ച് എഴുതണില്ല. ജസ്റ്റ് ഒന്ന് കണ്ണിനൊരു ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടി മാത്രം കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കണ്ണെഴുതിയാൽ കൊക്കമ്പൂച്ചി പോലെയാവും ഞാൻ. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ കുറേ എഴുതുന്നില്ല. പിന്നെ കൈമേ നമ്മുടെ മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ എല്ലാവരും ഉണ്ട് വഴുതി പോകണം. കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. 460 ബ്ലഷിങ് മാവാണ്. പേളിൻ്റെ ഒരു പേളാണ് കേട്ടോ. പേൾ ഒരു ഇതാണ്, എന്താ പറയുക, കളറാണ്. ഇതാണ് കളറാണ്. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു.
നന്നായിട്ട് നല്ലൊരു ക്രീമി പോലെ ഇരിക്കണേ. പക്ഷെ എത്ര നേരം ഇത് ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് അറിയില്ല. ഇന്ന് എന്തായാലും ഞാനിത് തേച്ചിട്ട് പോകാമെന്നിരിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എത്ര നേരം നിൽക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കൈ പിടിക്കും, അല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഇതെല്ലാം പോയി പോകും. എനിക്ക് ലിപ്സ്റ്റിക് ഇട്ട് പോകുമ്പോൾ കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടും. എൻ്റെ പല്ല് നോക്കണ്ട കേട്ടോ, പല്ലൊക്കെ ഏനെ കൊണന്നിരിക്കണത്. അപ്പോൾ അത് നല്ല രീതിയിൽ കയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ലിപ് ബാം, ഈ ഇത് എനിക്ക് തോന്നിയത് നമ്മൾ ലിപ് ബാമൊക്കെ തേക്കുമ്പോൾ കിട്ടുന്നൊരു സോഫ്റ്റ് ഇല്ലേ, അതാണല്ലോ പേളെന്ന് ഉദ്ദേശിക്കണല്ലേ. എൻ്റെ മുഖത്തിന് എത്ര എണ്ണം ചേരുന്നതെന്ന് അറിയില്ല, പക്ഷെ എനിക്കൊരു പിങ്കി കളർ എപ്പോഴും ഇഷ്ടം. അപ്പം അത് കാരണം അപ്പം മേക്കപ്പ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മുടെ തല. ഇന്ന് വന്നിട്ട് തല കുളിക്കണം. എനിക്ക് 2 ദിവസം തല കുളിച്ചില്ലെങ്കിൽ തലേന്ന് ഇങ്ങനെ എണ്ണ ഇറങ്ങും. അപ്പം അതൊരു പ്രശ്നമാണ്, പെട്ടത്തല കണ്ടു തുടങ്ങി. അപ്പോൾ ഇനി എന്തായാലും തലമുടി ഒന്ന് സെറ്റ് ചെയ്തിട്ട്, ഞാൻ സാധാരണ കെട്ടണ പോലെ കെട്ടണല്ലോ കാണിച്ചു. ഇന്നിപ്പോൾ തലമുടി അഴിച്ചിടാൻ നിവർത്തിയില്ല, കാണിച്ചാൽ നല്ലോണം എണ്ണയുണ്ട്. ഇനി വന്നിട്ട് ഒന്നും കൂടി എണ്ണ തേച്ച് നമ്മൾ കുളിക്കുന്നതായിരിക്കും. അപ്പം തലമുടി കെട്ടി ഡ്രസ്സ് ഇട്ടിട്ട് കാണാം. അപ്പോൾ ഒരുങ്ങി മറ്റേ മുടി സാധാരണ പോലെ കെട്ടി കാണിച്ചാൽ ഓൾറെഡി തലയിൽ നല്ല രീതിക്ക് എണ്ണയുള്ള കാരണം കൊണ്ട് ഒന്നും ചെയ്തില്ല. ഇത് പിന്നെ എൻ്റെ പണ്ടത്തെ ഞാൻ വന്ന സമയത്ത്, നമ്മൾ ഫസ്റ്റ് വന്ന വർഷം വാങ്ങിച്ച ഒരു എന്താ പറയുക ഹുഡിയാണ്. അപ്പോൾ അതാണ് ഇന്നിട്ടേക്കണേ. അപ്പം ഇപ്പം എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ മടി വരുന്നു. ഞാൻ സാധാരണ അങ്ങനെ പുറത്ത് തന്നെ അങ്ങനെ പോകാറില്ല. എൻ്റെ ഏട്ടൻ എപ്പോഴും വരാറുണ്ട്. അപ്പം എൻ്റെ ഏട്ടൻ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കാറുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡ്യൂട്ടിയുള്ള സമയത്തൊക്കെ, പക്ഷേ എനിക്ക് തന്നെ ഇരിക്കുമ്പോൾ എന്തോ അങ്ങനെ വിഷമം വരും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ അങ്ങനെ വിചാരിക്കണം ഒരു സർപ്രൈസ് ആയിട്ട് എൻ്റെ ഏട്ടൻ്റെ അടുത്തേക്ക് ചെല്ലാം, എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ചുകൊണ്ട് ചെല്ലാം, എന്നിട്ട് ഒരുമിച്ച് കഴിക്കാം. പിന്നെ എന്നിട്ട് ചെയ്യാൻ പോണത് എൻ്റെ ഏട്ടനോട് ചോദിച്ചു നോക്കാം, എൻ്റെ ഏട്ടൻ്റെ കൂടെ വരുമോ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തോട്ടെന്ന്. ചിലപ്പോൾ എന്നെ ഓടിക്കും, ചിലപ്പോൾ പറയും തന്നെ പൊക്കൂടെ എന്ന് ചോദിക്കും. അറിയില്ല നമുക്ക് എന്താ പറയണേന്ന്, നോക്കി നോക്കാം. എന്തായാലും എൻ്റെ ഏട്ടൻ്റെ അടുത്തേക്ക് പോവാം. അവിടെ ചെന്നിട്ട് ചോദിച്ചു നോക്കാം എത്ര മണിക്ക് ബ്രേക്ക് എന്ന് നോക്കാം. ചിലപ്പോൾ ചീത്ത പറയും. റെഡി ആയോ ഓട്ടി? ഇതെന്തിട്ടാ ഈ ബോക്സ് അല്ല ഈ ബാഗ്? ഇന്ന് പാവട്ടിക്ക് സ്വിമ്മിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ പാവട്ടി പുറത്തുനിന്ന് കണ്ട നല്ല വൈകുന്നേരം നല്ല തണുപ്പും ഇപ്പോൾ ഒടുക്കത്ത വെയിലും, പക്ഷെ നല്ല തണുപ്പുണ്ട്. കാറ്റ്. പാവട്ടി കാലത്തിന് ഗൂഗിൾസ് കാണാണ്ട് പാവട്ടി തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. മറ്റേ ആരുടെ അടുത്ത് തന്നെ പാവട്ടി റെഡിയായി. ഇനി പൊന്നൂസ് റെഡി ആയിട്ട് വരണം, എന്നിട്ട് വേണം നമുക്ക് പുറത്ത് പോയിട്ട് സുഷി പ്രാന്തൻ. അപ്പോൾ അവർ രണ്ടുപേരും ഒരുങ്ങി വരുന്നതിന് മുന്നേ ഞാൻ വേഗം വണ്ടിക്കകത്ത് കയറി ഹീറ്ററൊക്കെ ഓണാക്കിട്ടോ. നല്ല രീതിയിൽ തണുപ്പുണ്ട്. കാറ്റ് കാരണം കൊണ്ടാണ് മെയിനായിട്ട് നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യുന്നത്. അപ്പം ഇന്ന് വാവൂട്ടിയുടെ ചാൻസാണ് ഫ്രണ്ടിലിരിക്കുന്നത്. ഇവർ ഓരോ ദിവസം മാറി മാറിയാണ് ഒരാൾ ഫ്രണ്ടിലിരിക്കുക. അപ്പം ഇന്ന് വാവൂട്ടിയുടെ ചാൻസ് ആയിട്ട് വാവൂട്ടി ഫ്രണ്ടിലിരുന്നു. അപ്പം ഞങ്ങൾ സ്കൂളിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് കടയിൽ കയറി, പൊന്നൂസിൻ്റെ കടയിൽ കയറി. പൊന്നൂസിൻ്റെ വാങ്ങിച്ചു മനസ്സേ ചിക്കൻ സാലഡ് റാപ്പ്. അയ്യോ ഔട്ടിയോ യോഗട്ട് വാങ്ങിച്ചില്ലേ? അവന് യോഗട്ട് വാങ്ങിച്ചു, പൊന്നൂസ് ചിക്കൻ സാലഡ് റാപ്പ് വാങ്ങിച്ചു. ഇനി അടുത്തത് ഔട്ടിയുടെ കടയ്ക്ക് പോവാ അല്ലേ, സുഷി കടയ്ക്ക് പോവാ. അടിപൊളിയായിട്ട് സുഷിയും ചിക്കൻ എന്നിട്ടാ ബോളോ ചിക്കൻ ബോളൊക്കെ വാങ്ങിച്ചിട്ടവൻ. എങ്ങനെയുണ്ട് വെയില് പൊന്നു? ഇപ്പൊ 13 ഡിഗ്രിയാണ്, പക്ഷെ ഒടുക്കത്തെ വെയിലല്ലേ. സാരില്ല. മറ്റേ വാവൂട്ടി ചിക്കൻ ബോള്, തെരിയാക്കി ചിക്കൻ്റെ 2 സുഷി, പിന്നെ മറ്റേ അത് തന്നെ ഒരു ഫ്രൈഡ് പോലെ സുഷി ഇല്ലേ, അങ്ങനത്തെ വാങ്ങിച്ചു. പുറത്തേക്ക് ബ്രെഡ് ക്രംസ് പോലെയുള്ളത്. ഇതിൻ്റെ പേരെന്നിട്ടാന്ന് എനിക്കറിയില്ല കേട്ടോ, അവൻ അത് എടുക്കണുണ്ടോ. പക്ഷേ എനിക്കൊരു അതിശയം തോന്നില്ലെന്നറിയോ, അവൻ ചിക്കൻ ബോള് തെരിയാക്കിൻ്റെ അതൊരെണ്ണം, പിന്നെ 2 തെരിയാക്കിൻ്റെ തന്നെ നോർമൽ $5.49 ആയുള്ളൂ. $5.49 ആയിട്ടുള്ളൂ. അതിന് കുറച്ചും കൂടി നല്ലതായിരുന്നു. ഓക്കെ, അത് എനിക്ക് കുറച്ചും കൂടി ലാഭമായിട്ട് തോന്നി. പക്ഷെ നല്ലതാ. ഇന്ന് പൊന്നിസിന് നേരത്തെ ക്ലാസ് കഴിയും, ഒന്നില്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഏട്ടൻ കൊണ്ടുവരാൻ വരും. ഇപ്പം 8:45 ആയിട്ടുള്ള ഒരു
2 മിനിറ്റ് കൂടി പൊന്നസോടെ ഇരിക്കാന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ഇനി ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം ഞാൻ ആലോചിക്കാം. ഡെന്റിസ്റ്റിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ഡെന്റിസ്റ്റിന്റെ അടുത്തേക്ക് ഫസ്റ്റ് പോയിട്ട് പല്ലങ്ങ് പറിച്ചു കളഞ്ഞാലോ എന്ന് വിചാരിക്കാം. എനിക്കിപ്പോൾ വായ തുറക്കാൻ പറ്റില്ല, ചിരിക്കാൻ പോലും പറ്റില്ല. ചിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റ് കയറിയിട്ട് വേദന എടുക്കും. ഇത് പറിച്ചു കഴിഞ്ഞാൽ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇനിയിപ്പോൾ ഭംഗിയുടെ ആവശ്യമില്ലല്ലോ, 40+ ആയില്ലേ. 40+ ആയിട്ടില്ലല്ലോ, 40 ആവാൻ ഇനി സമയമുണ്ട്. ശരിക്കും കാണില്ലേ? ശരിക്കും കാണൂടാ, സാരില്ല. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആയി കഴിഞ്ഞാൽ 40. കമോൺ ചീന, യു ക്യാൻ. അങ്ങനെ അപ്പം ഇനി ഡെന്റിസ്റ്റിന്റെ അടുത്തേക്ക് പതുക്കെ പോവാം അല്ലേ. അങ്ങനെ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് വന്നിട്ടോ, വന്ന വഴിക്ക് അവർ കമ്മലൊക്കെ ഊരാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ അതൊക്കെ ഊരി വെച്ചു. അപ്പം മിണ്ടാൻ പറ്റില്ല, പല്ലെടുത്തിട്ട്. അപ്പോൾ എന്തെങ്കിലും കഴിക്കണ്ടേന്ന് കഴിച്ചിട്ട് ഞാനൊരു യോഗട്ട് എടുത്ത് കഴിച്ചു കേട്ടോ. മരുന്ന് കഴിക്കേണ്ടതല്ലേ. ഭയങ്കര ടയേർഡായിട്ടോ. ഞാൻ എൻ്റെ മുഖം കാണിക്കാനായിട്ട് ബുദ്ധിമുട്ടായി, ഭയങ്കര വയ്യണ്ടായി. നല്ല പല്ലിൻ്റെ ആ എടുത്ത ഭാഗത്ത് വേദനയുണ്ട്. ഇപ്പോഴാ നമ്പ് പോയിട്ടില്ല, അതിനിങ്ങനെ ഇവിടെ ഇങ്ങനെ ഡ്രോപ്പായത്. അപ്പം പാരസെറ്റാമോളും ബ്രൂഫനും കഴിച്ചു. പിന്നെ ഞാനൊരു യോഗട്ട് കഴിച്ചു. പക്ഷെ എന്നാലും എനിക്ക് വിശക്കുന്നുണ്ട്. കാലത്ത് നമ്മൾ റിസ്ക് കഴിച്ചിട്ട് പോയതല്ലേ, അപ്പോൾ വിശക്കുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ ഒരു നല്ല ഇങ്ങനെ ഒരു ഹെവി ഫീലിംഗ്. പക്ഷെ ഞാനിങ്ങനെ എന്തെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ പണിയാവും. ഞാൻ കാലത്ത് തന്നെ എന്തെങ്കിലും കുക്ക് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. അപ്പോൾ പിന്നെ ഇപ്പം ചെറുതായിട്ട് ഇങ്ങനെ ബ്ലഡ് വരുന്നുണ്ട്. ഇന്നത്തെ ദിവസം, ഇന്നത്തെ ആ ഒരു ഓഫ് ഡേ കോളമായെന്ന് തോന്നണേ. പക്ഷേ വൈകിട്ടത്തേക്ക് ഞാൻ ഉഷാർ ഓഫ് ഫുഡൊക്കെ വെക്കാം. ഓൾറെഡി കടലെടുത്ത് വെള്ളത്തിലിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെമ്മീൻ ഇരിപ്പില്ലേ, അപ്പോൾ ചെമ്മീനും കൂടിയും എന്തെങ്കിലും റോസ്റ്റ് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കണേ. ഉച്ചയ്ക്ക് എന്തായാലും പൊളിഞ്ഞു, ഉച്ചയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് വയ്യ. തലവേദന എടുക്കണം, ഈ സൈഡ് മൊത്തം ഇങ്ങനെ വേദന എടുക്കണം. കുറച്ചും കൂടി ഞാൻ റെസ്റ്റ് എടുക്കാം. ഇപ്പോഴായാലും ചിരിക്കുമ്പോഴായാലും സ്ട്രോക്ക് പിടിച്ച ആൾക്കാരെ പോലെയുണ്ട്. ഈ സൈഡ് ഇങ്ങനെ ഒരു ചെറുതായിട്ടൊരു സ്വെല്ലിങ്ങും ഉണ്ട്. അപ്പോൾ നോക്കാം, കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം. അതുവരെ നിന്ന് ചെറിയൊരു ഉറക്കറങ്ങട്ടെ, അത് കഴിഞ്ഞിട്ട് കാണാം. കുഞ്ഞൊരു ഉറക്കറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ഇച്ചിരി ഉഷാർ തോന്നിയിട്ട് അപ്പോൾ പിന്നെ വേഗം പടപടപടാന്നായിരുന്നു പിന്നെ കറികൾ വെക്കുന്നത്. വേഗം ചെമ്മീനെടുത്ത് വെള്ളത്തിലിട്ടു. ബീൻസും ക്യാരറ്റും വേഗം ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കി. പിന്നെ കടലക്കറി വെച്ചു. അപ്പോൾ കടല വെച്ചപ്പോഴാണെങ്കിൽ കടല ഒന്ന് അരച്ചിട്ടാണ് കേട്ടോ വെച്ചത്. കുറച്ച് കടല എടുത്തിട്ട് അതിൻ്റെ മസാലയും എല്ലാം കൂടി കൂട്ടിയിട്ട് ഒന്ന് അരച്ചിട്ട് അങ്ങനെയാണ് കടലക്കറി ഉണ്ടാക്കിയത്. പിന്നെ ചോറ് വെച്ചു. ചെമ്മീനാണെങ്കിലും ഞാൻ കുക്കറിലിട്ടിട്ട് ഒരു ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ടാണ് ചെമ്മീൻ്റെ കറി വെച്ചത് കേട്ടോ. എനിക്ക് എപ്പോഴും അല്ലാണ്ട് എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ ചെമ്മീൻ കറി വെക്കുന്ന സമയമായപ്പോഴേക്കും എൻ്റെ ഏട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഏട്ടൻ അത് ഇച്ചിരി കാഷ്യൂനട്ടും കൂടി അരച്ചൊഴിച്ചായിരുന്നു. അപ്പോൾ ചെമ്മീൻ കറി അടിപൊളിയായി, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എന്താ ചെയ്യണം എൻ്റെ ഏട്ടാ? ഞാൻ ഉറങ്ങണം. എന്ത് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കാൻ എൻ്റെ ഏട്ടൻ. പല്ല് പോയ സിംഹം. എല്ലാം നല്ല രസമുണ്ട്. പല്ല് പോയി മമ്മൂട്ടിയുടെ പോലെ ഉണ്ട്. ഇനി ഞാൻ ചിരിക്കില്ല, അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചിരിക്കുള്ളൂ? സ്മൈൽ മാത്രം. അങ്ങനെ അതൊന്നും കുഴപ്പമില്ല. നല്ല വയസ്സാകുമ്പോൾ പല്ലുകൾ ഓരോന്ന് പോവും. കേട്ടിട്ടില്ലേ ആൾക്കാര് വയസ്സാകും തോറും എന്നിട്ട് പോകുന്നു നഖ എന്നിട്ട് പോകുന്നു പല്ലുന്നാകും. അതന്നെ ഓരോന്ന് ഇനി കൊഴിഞ്ഞു തുടങ്ങും. അതന്നെ എൻ്റെ ഏട്ടൻ പിള്ളേർ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ വേഗം ചോറുണ്ട് കഴിഞ്ഞിട്ട് മരുന്ന് കഴിച്ചില്ല, വൈകുന്നേരം കഴിക്കാം. എന്നിട്ട് വന്ന് കുറച്ചേരം എടുക്കാൻ പോവാം. എന്തായാലും ചോറും കറിയൊക്കെ വെച്ച് കഴിഞ്ഞ് വേറെ പണിയൊന്നുമില്ല. എനിക്ക് കഴിഞ്ഞിട്ട് പതുക്കെ കുളിക്കണം. ഞാനിങ്ങനെയായിരുന്നു. ഒരു സൈഡ് കൂടിപ്പോയി അല്ലേ? ഇങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. നേരത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കഴിഞ്ഞു ഇങ്ങനെയായി പോയിന്ന്. പക്ഷെ ഇപ്പൊ ഓക്കെയാ, ഇത് സമാധാനം ഉണ്ട്. ചോറുണ്ട് കഴിഞ്ഞപ്പോൾ ഒരു ഇത്തിരി ആശ്വാസമായി. കാലത്തിനും വിശന്നിരിക്കായിരുന്നു. എൻ്റെ സന്തോഷം. എൻ്റെ പല്ല് പോയിപ്പോ പല്ല് പോകുന്നില്ല. ഓരോ സമയത്ത് നമ്മൾ ഓരോന്ന് പോകും. അതാണ് ഇപ്പൊ 40 വയസ്സാകുമ്പോൾ ഒരു പല്ല് പോകും, 41 വയസ്സ് 42, ഇനി 50 വയസ്സാകുമ്പോൾ ഒരു 10 പല്ല് പോയിണ്ടാവും. 60 വയസ്സ് 70 വയസ്സാകുമ്പോൾ എല്ലാം 32 പല്ല് പോകും. നല്ല വയസ്സായ ആൾക്കാർക്ക് പല്ലില്ലാണ്ട് ഒരു പല്ല് 2 പല്ല് വെച്ചാണ് നടക്കുന്നതുണ്ടല്ലേ.
അങ്ങനെയാണ്. ഞാൻ വേഗം ചിരിച്ചാലോ? ചിരിക്കണ്ട, നല്ലതല്ലേ? ഇരിക്കണേ ഇനി എല്ലാവരും അടുത്ത് ഇങ്ങനെ ഗൗരവത്തിൽ എന്നാ മതി. ഓക്കെ, ഇനി ഇട്ട് ഞാൻ ചിരിക്കൂല. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങട്ടെ. ഉറങ്ങി കഴിഞ്ഞിട്ട് എന്ത് പണി? വണ്ടിയിൽ നിന്ന് എൻ്റെ വേണ്ട വണ്ടിയിൽ സാധനങ്ങൾ മാറ്റണം. നാളെ എൻ്റെ വണ്ടിയുടെ സർവീസിംഗ്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഉറങ്ങാൻ വേണ്ടി കിടന്നിട്ട് ഞാൻ ഉറങ്ങിയില്ല. ഉറങ്ങിക്കഴിഞ്ഞ് ഇനി വൈകുന്നേരം ഉറങ്ങാൻ ലേറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉറങ്ങിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നിട്ട് കോഫി കുടിക്കാനിരിക്കേണ്ട. അപ്പോൾ വാവുട്ടിക്ക് കോഫി വേണ്ടെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ ഏട്ടനും പൊന്നൂസും കൂടി കോഫി കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ ഏട്ടനും പൊന്നൂസും കൂടി സീരിയസ് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ. അപ്പോൾ വാവുട്ടി എന്തൊക്കെയോ ആക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ വാവുട്ടി എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ചിരിക്കുമ്പോൾ അവൻ അയ്യോ അമ്മയുടെ പല്ല് മിസ്സായി എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഇവരുടെ ഡിസ്കഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊന്നൂസിൻ്റെ സ്കൂളിൽ അവർക്ക് താടി മീശയൊക്കെ പഠിക്കണം. അപ്പം അതിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ജിമ്മിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം എൻ്റെ ഏട്ടൻ ഓൾറെഡി വണ്ടിയിൽ കയറി. അപ്പോൾ പൊന്നൂസ് അവൻ്റെ വെള്ളവും സാധനങ്ങളൊക്കെ എടുത്ത് പതുക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ഇവർ ജിമ്മിന് പോയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ ഞങ്ങൾക്ക് എനിക്കും വാവുട്ടിക്കും കുറച്ച് പണിയുണ്ട്. അപ്പം ഞങ്ങൾ അതിന് വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ആയിട്ട് ഇറങ്ങി പിന്നാലെ നമ്മുടെ പൊന്നൂസും ബായ് പറഞ്ഞ് പോകണ്ട. അപ്പോൾ അവരുടെ വർത്തമാനം കഴിഞ്ഞിട്ടില്ലേ, പൊന്നൂസും വാവുട്ടിയും കണ്ടിന്യൂസ് ഇങ്ങനെ സംസാരിച്ചിരിക്കുക, എന്തൊക്കെയോ വിശേഷങ്ങൾ പറയും. അപ്പോൾ അവർ സംസാരിച്ച് അപ്പം നമ്മുടെ പൊന്നൂസും പോയി ജിമ്മിന്. അപ്പം ഞങ്ങൾ ഒറ്റയ്ക്കായി. അപ്പം അവർ ജിമ്മിന് പോയി. ഇനിയിപ്പം ഞങ്ങൾക്ക് എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കാലത്ത് ഡെയിലി ബസിങ് കാണും, പിന്നെ പ്രാർത്ഥന എത്തിക്കും. അത് കഴിഞ്ഞു, പ്രാർത്ഥന കഴിഞ്ഞു, കുർബാന കണ്ടു. ഇനി ഞങ്ങൾ എല്ലാ ദിവസവും വചനം എഴുതാറുണ്ട്. 10 പ്രാവശ്യം വചനം എഴുതാറുണ്ട്. അപ്പം അത് എഴുതാൻ പോവാണ്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു. ഫുഡ് കഴിക്കും. കുറച്ച് നേരം ഞങ്ങൾ സീരീസ് കാണും. ഞാൻ വാവുട്ടി. പുതിയത് ഏതാ കാണുന്നത്? നമ്മൾ പേരറിയോ? എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഫാർമ. എനിക്ക് അത്ര ഇഷ്ടമായില്ല. റോസ്ലിൻ അടിപൊളിയായിരുന്നു. റോസ്ലിൻ എന്ന് പറഞ്ഞ സീരീസ് കണ്ടുട്ടാ. കുറച്ച് സ്കേറിയാണ്. നമുക്ക് എൻ്റെ കയ്യിൽ മൊബൈൽ കറക്റ്റ് പിടിക്കില്ല. കുറച്ച് സ്കേറിയാണ്. ഞങ്ങൾ ശരിക്കും മറ്റേ എന്താ പറയാ പ്രേതാന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ അടിപൊളി ട്വിസ്റ്റാ. ഓക്കെ, അടിപൊളി ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ്. അപ്പം ഇനി അവർക്ക് റോസ്ലിൻ എന്ന് പറഞ്ഞ വെബ് സീരീസ് എല്ലാവരും കണ്ടോളട്ടെ, നല്ല രസമുണ്ട്. അത് അഞ്ചു എന്ന് വെച്ചാൽ ആങ്ങളുടെ വൈഫ്, അവള് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വാവുട്ടി അതിന്റെ ക്ലൈമാക്സ് കണ്ടു എഴുന്നേറ്റ് ഒന്ന് കൈ അടിച്ചു. അല്ലേ വാവുട്ടി? വാവുട്ടി ഭയങ്കര സന്തോഷായി. വാന്നല്ലേ. അപ്പൊ അങ്ങനെ ഇനിയിപ്പോ ഫുഡ് കഴിച്ച് പതുക്കെ കിടന്നുറങ്ങും. നാളെ മുതൽ വീണ്ടും ഡ്യൂട്ടി തുടങ്ങും. അപ്പൊ ഞാൻ വിചാരിക്കണത് ഇനി എല്ലാ ദിവസവും ഒരു വീഡിയോ ആയിട്ട് അങ്ങനെ ഇടാം എന്നാണ് വിചാരിക്കുന്നത്. കുറച്ചിട്ടായാലും അങ്ങനെ ഇടാം. അതൊരു ശീലമാക്കാം എന്നങ്ങ് വിചാരിച്ചു. അല്ലേ വാവുട്ടി? വാവുട്ടി ഹെൽപ്പ് ചെയ്യില്ലേ മേനെ? വാവുട്ടിയാണ് എപ്പോഴത്തെ അമ്മയുടെ ഹെൽപ്പർ. അങ്ങനെ അപ്പൊ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും അല്ല ബൈ. ചിരിക്കാൻ പാടില്ല. ഞാൻ ഇനി ഈ വശം കാണിച്ചിട്ട് ചിരിക്കുള്ളൂ. ഇപ്പോഴത്തെ വശം കാണിച്ചിരിച്ചിട്ടുണ്ടെങ്കിൽ ബൈ.